എൻ പ്രാണനാഥ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമോ, യേശുവേ യേശുവേ എൻ പ്രാണനാഥ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹാവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതെ, 34 സങ്കീർത്തനത്തിൻ്റെ 19 വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അസംഖ്യമായ അനർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. മത്തായിയുടെ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 28 വാക്യത്തിൽ ഒരു കൂട്ടം ജനത്തെ കണ്ടുകൊണ്ട് അവിടെ ഉള്ളിലെ വിഷമതകൾ മനസ്സിലാക്കിക്കൊണ്ട് വിളിക്കുന്ന യേശുവിനെ, ക്ഷണിക്കുന്ന യേശുവിനെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു ഇങ്ങനെ വിളിച്ചു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. എൻ്റെ അടുക്കൽ വരുവാൻ പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. വിളിക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. യേശുവിൻ്റെ വിളിയാണിത്. അതെ, യേശു ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്നെയും നിങ്ങളെയും യേശു എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ അധ്വാനിക്കുന്നവരെ യേശു കാണുന്നു, ഭാരം ചുമക്കുന്നവരെ യേശു കാണുന്നു. ഹൃദയത്തിൻ്റെ സ്പന്ദനത്തെ മനസ്സിലാക്കുന്ന യേശുനാഥൻ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവർ അധ്വാനിക്കുന്നുണ്ട്, അതിൽ തൃപ്തിയില്ല. അവർ അധ്വാനിക്കുന്നുണ്ട്, അതിന് പ്രതിഫലമില്ല. അവർക്ക് ആശ്വാസം അല്പം പോലും ഇല്ലതാനും. ഭാരം ചുമക്കുന്നുണ്ട്, പക്ഷേ ചുമട് വലുത്, അത് താങ്ങാൻ അവർക്ക് ശക്തിയില്ല. ഒരാശ്വാസവും അവിടെയും ഇല്ല എന്ന് കാണുന്നുണ്ട്. പല ഭാരങ്ങൾ പേറി വലയുകയാണ്. വല്ലാത്ത ചുമടാണ് അവർ ചുമക്കുന്നത്. ആ ചുമട് ചുമക്കുവാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. ആ ചുമടിനകത്ത് പാപത്തിൻ്റെ ചുമടുകൾ, ആ ചുമടിനകത്ത് പാപമുണ്ട്, രോഗമുണ്ട്, പലവിധമായ ചിന്താകുലങ്ങളുണ്ട്. ഇത് താങ്ങി ചുമക്കുവാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ യേശുനാഥൻ വിളിച്ചു പറയുന്നു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, ജീവിതത്തിൻ്റെ പലവിധമായ ബുദ്ധിമുട്ടുകളിൽ മുൻപോട്ട് നീങ്ങുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശുനാഥൻ പറയുകയാണ്. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത്? ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായത്തിന്റെ 37 വാക്യത്തിൽ യേശുവിൻ്റെ മറ്റൊരു വിളി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് കർത്താവ് പറയാണ്. ദാഹിച്ചു മുൻപോട്ട് നീങ്ങുന്ന ഒരു കൂട്ടം ജനങ്ങൾ, പരിഹാരമില്ലാതെ മുൻപോട്ട് നീങ്ങുന്ന ഒരു കൂട്ടം ജനങ്ങൾ, അവരോട് വിളിച്ചു പറയാണ്, ഞാൻ ദാഹം തീർത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. എൻ്റെ പക്കൽ നിങ്ങളുടെ ദാഹം തീർക്കുവാൻ ആവശ്യമുള്ള ജലം എൻ്റെ പക്കലുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ വറ്റിപ്പോകാത്ത ജീവന്റെ ഉറവയാണ് യേശു അവിടെ അവരോട് പറയുന്നത്. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എന്താണ്? താങ്ങാൻ കഴിയാത്ത ഭാരങ്ങൾ, താങ്ങാൻ കഴിയാത്ത വേദനകൾ, ആരോടും പറവാൻ കഴിയാത്ത വിഷയങ്ങൾ, ഇതൊക്കെ അനുഭവിച്ച് നാം മുൻപോട്ട് നീങ്ങുമ്പോൾ, ഇതൊക്കെ അനുഭവിച്ച് നിങ്ങൾ മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ, അതെ, നിനക്കൊരു താങ്ങ് തരുവാൻ, നിനക്കൊരു തണൽ തരുവാൻ, നിന്റെ ഭാരത്തെ പരിഹരിക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. മനുഷ്യൻ ലക്ഷ്യമില്ലാതെ മനുഷ്യൻ ഓടുകയാണ്. എവിടെയുണ്ട് പരിഹാരം? എവിടെയുണ്ട് പരിഹാരം? എന്നാൽ ലക്ഷ്യം തെറ്റിയുള്ള ഓട്ടത്തിൽ എങ്ങും പരിഹാരം ലഭിക്കയില്ല എന്നുള്ളതാണ്. ലക്ഷ്യം യേശുവായിരിക്കട്ടെ. അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവാണ്. പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശുവിന് കഴിയും. അതേ, നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്? അതുമായി യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ അവൻ എല്ലാത്തിനും പരിഹാരം തരും എന്നുള്ളതാണ്. അതെ, 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, നിനക്ക് ചുമക്കുവാൻ കഴിയുകയില്ല, ഒരടി പോലും നിനക്ക് മുൻപോട്ട് നീങ്ങുവാൻ കഴിയുകയില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെക്കുമെങ്കിൽ അവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും, അവൻ നിന്നെ ആശ്വസിപ്പിക്കും എന്നുള്ളതാണ്. അവൻ്റെ വിളിയെ നീ കേൾക്കുക എന്നുള്ളതാണ്. അതേ, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ, അവിടെ ഒരു മനുഷ്യനെ യേശു വിളിക്കുകയാണ്. അത് മറ്റാരുമല്ല, പരീശന്മാരിൽ പ്രമാണി, ധനികനായ ചുങ്കക്കാരിൽ പ്രമാണി. അവൻ ധനികനായ ഒരു മനുഷ്യനാണ്. അവൻ യേശുവിനെ കാണുവാൻ ഒരു കാട്ടത്തി മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. അവൻ്റെ ചിന്ത യേശുവിനെ കാണരുത്. യേശുവിനെ കാണുവാൻ ഒരു കാട്ടത്തിയുടെ ആ വലയിൽ, ആ മരത്തിൻ്റെ ചുള്ളിയിൽ അവൻ അവൻ കയറിയിരിക്കുകയാണ്. എന്നാൽ യേശുനാഥൻ അതിൻ്റെ താഴെ ചെന്നിട്ട് അവനെ വിളിക്കുകയാണ്. സക്കായിയെ, നീ ഇറങ്ങി വാ. അവൻ്റെ പേര് ചൊല്ലി യേശു അവനെ വിളിക്കുമ്പോൾ അവൻ അത്ഭുതപ്പെട്ടു പോയി. നീ വേഗത്തിൽ ഇറങ്ങി വാ, നിനക്ക് രക്ഷ ആവശ്യമാണ്. നീ ചുങ്കക്കാരിൽ പ്രമാണിയാണ്, നീ ധനമുള്ളവനാണ്, പക്ഷേ നിന്റെ ഭവനത്തിനകത്ത് രക്ഷയുടെ സന്തോഷമില്ല, നിനക്ക് സമാധാനമില്ല, നീ പലവിധമായ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ നിന്റെ ഭവനത്തിൽ വരേണ്ടിയിരിക്കുന്നു, നിന്റെ ഭവനത്തിന് ആശ്വാസം തരുവാൻ, രക്ഷ വരുത്തുവാൻ. അതേ, യേശുവിൻ്റെ വിളി അവൻ കേട്ടു, യേശുവിനെ അവൻ അനുസരിച്ചു, അവൻ്റെ വീട്ടിൽ യേശുവിനെ കൈക്കൊണ്ടു. രക്ഷയുടെ അനുഭവങ്ങൾ അവിടെ പ്രാപിപ്പാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ എന്തായാലും പരിഹാരം തരുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. അവൻ്റെ വിളി കേട്ട് അവൻ്റെ അടുക്കലേക്കൊന്ന് ചെല്ലുമോ, അവനെ ഒന്ന് തൊടുമോ? ആ രക്തസ്രാവ സ്ത്രീ യേശുവിനെ ഒന്ന് തൊട്ടതുപോലെ ഏറി വൈദ്യന്മാരുടെ അടുക്കൽ അവൾ ചെന്നു. 12 വർഷക്കാലം ചികിത്സിച്ചു. ഏറി വൈദ്യന്മാരെ അവൾ കണ്ടു, പരിഹാരമുണ്ടായില്ല. എന്നാൽ അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നു. അവൾ യേശുവിനെ തൊട്ടു. തൊട്ട മാത്രയിൽ തന്നെ അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. അവരുടെ മരണവാശങ്ങൾ അവളെ വിട്ടു മാറി, മരണഭയം വിട്ടുമാറി. അവളുടെ ജീവിതത്തിൽ അവൾ സന്തോഷം പ്രാപിച്ചു. യേശുവിൻ്റെ അടുക്കൽ ചെന്നവൾ സമാധാനം പ്രാപിച്ചു. അതെ, യേശുവിൻ്റെ അടുക്കലേക്ക് ഇന്ന് ചെല്ലുക. യേശു നിന്നെ വിളിക്കുന്നു, നിന്റെ തലമുറയെ യേശു വിളിക്കുന്നു. നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. ആശ്വാസം അവൻ നിനക്ക് തരും. ഈ ദിവസങ്ങളിൽ ഭാരപ്രദ വിഷയത്തിന്മേൽ പരിഹാരം ദൈവം നിനക്ക് തരും. അവൻ്റെ അടുക്കലേക്ക് ചെല്ലൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കർത്താവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ, അവരെ നീ ആശ്വസിപ്പിക്കണമേ. അവിടെ പാപത്തിൻ്റെ ഭാരങ്ങളെ മാറ്റണമേ, ചുമടുകളെ മാറ്റണമേ. നിന്റെ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ, നിന്റെ സൗഖ്യത്താൽ നിറയ്ക്കണമേ. എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോട് കത്സൂഷയിൽ പാസ്റ്റർ KK സാമുവേൽ. എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമോ, ആ ക്രൂശിൽ ഞാൻ കാണുന്നു തേജസ്സിൻ്റെ പൊന്മുഖം. ആ സ്നേഹത്തെ ഞാൻ കാണുന്നു,
കണ്ണുനീർ